الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل وتزودوا فإن خير الزاد التقوى. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ആവർത്തിച്ച് ഉണർത്തുന്നതായ കാര്യമാണ്, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ വിഭവം കയ്യിൽ കരുതുന്നത് പോലെ അന്ത്യദിനത്തെ വിജയത്തിനു വേണ്ടിയുള്ള ഈ ജീവിതത്തിൽ നിങ്ങളുടെ സാദായി വിഭവമായി നിങ്ങൾ തഖ്വ കയ്യിൽ കരുതണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ ഓരോ മുസ്ലിമും മുസ്ലിമത്തും ബാധ്യസ്ഥരാണ്. വഅലമു അന്ന അല്ലാഹ മഅൽ മുത്തഖീൻ. അറിയുക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോടൊപ്പമാകുന്നു. قال الله عز وجل ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളായ അല്ലാഹുവിന്റെ അഹ്ലുകാർ, അവർക്ക് ഭയമോ ദുഃഖമോ ബാധിക്കുകയില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ദൃഢമായി വിശ്വസിക്കുകയും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവരാണവർ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ സഹായം ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കരസ്ഥമാക്കാനും അനിവാര്യമായി അയാളിൽ ഉണ്ടായിരിക്കേണ്ടതായ ഘടകമാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വിട്ടുനിൽക്കുകയും ചെയ്യുകയെന്നുള്ളതാണ് തഖ്വ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഐ ഇത്തിയാനു അവാമിരിഹി വജ്തിനാബു നവാഹിഹി. അല്ലാഹുവിന്റെ കൽപ്പനകളെ യഥാവിധം ജീവിതത്തിൽ പാലിക്കുകയും
വിലക്കുകളെ ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്യുകയെന്നുള്ളതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിലാകട്ടെ മരണാനന്തര ജീവിതത്തിലാകട്ടെ അവന്റെ വിജയത്തിനുള്ള അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അനവധി വചനങ്ങളിലൂടെ തഖ്വയിലൂടെ അവർക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. وَإِن تَصْبِرُوا وَتَتَّقُوا لَا يَضُرُّكُمْ كَيْدُهُمْ شَيْئًا إِنَّ اللَّهَ بِمَا يَعْمَلُونَ مُحِيطٌ. ക്ഷമിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും നിങ്ങൾ തയ്യാറാകുന്നിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. ജീവിതത്തിൽ അവന് ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അല്ലാഹുവിന്റെ സഹായം അവന്റെ മുന്നിൽ വന്നെത്തുമെന്നാണ്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനാരോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യങ്ങളിലും അവനൊരു വഴി കാണിച്ചു കൊടുക്കും. ويرزقه من حيث لا يحتسب. അവൻ കരുതിയിട്ടില്ലാത്ത മാർഗേണ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് നൽകും, ഉപജീവനം നൽകുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികപരമായ വിജയമാകട്ടെ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിജയമാകട്ടെ അതിന് രണ്ടിനും അടിസ്ഥാനപരമായി തഖ്വ ആവശ്യമാണ്. പല സഹോദരങ്ങളും ജീവിതത്തിൽ അല്ലാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് ഏതെങ്കിലും ചില സന്ദർഭങ്ങൾ ഘട്ടങ്ങൾ എത്തുമ്പോൾ അവിടെ ആ നിയമങ്ങൾ അത് പാലിക്കാൻ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അത് പാലിച്ചാൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തൂല എന്ന് കരുതി അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നവർ വളരെ ഗുരുതരമാണ്. കാരണം ഏതൊരു വിഷയത്തിലും ഒരു മനുഷ്യന് തൗഫീഖ് നൽകുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് അയാൾക്ക് ലഭിക്കണമെങ്കിൽ അനിവാര്യമായി അയാൾക്കുണ്ടായിരിക്കേണ്ടത് തഖ്വയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. തീർച്ചയായും നിങ്ങൾ അറിയുക, അല്ലാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്. ഒരു മനുഷ്യന്റെ ഇടപാടുകളിൽ, അവന്റെ ദൈനംദിന ജീവിതത്തിൽ, അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ കുടുംബ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തഖ്വ അനിവാര്യമാണ്. വസ്ത്രധാരണത്തിലും ഒരു മനുഷ്യന്റെ രൂപത്തിലും എല്ലായിടത്തും അല്ലാഹുവിന്റെ നിയമങ്ങളുണ്ട്. കഴിവിന്റെ പരമാവധി റബ്ബിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനുമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറു മാ യുദ്ഖിലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന. സ്വർഗാവകാശികളാകുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിലേക്ക് എത്താൻ കാരണമായി തീർന്നത് തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിനെ സൂക്ഷിക്കുകയെന്നുള്ളതും സൽസ്വഭാവവുമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിന് അർഹരാക്കി തീർത്തത്. എന്നാൽ ആ തഖ്വക്ക് വിഘാതം നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ, വഅക്സറു മാ യുദ്ഖിലു അഹ്ലുൻ നാരി നാർ അൽ-ലിസാൻ വൽ ഫർജ്. ഒരു മനുഷ്യന്റെ നാവും ഗുഹ്യസ്ഥാനവുമാണ് നരകാഗ്നിക്കർഹരായവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ നരകത്തിലേക്ക് എത്താൻ കാരണമായത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അനവധി രൂപത്തിലുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കും. എല്ലാ ഖുത്ബകളിലും എന്നോണം നമ്മൾ കേൾക്കുന്ന വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങളുടെ നാവുകൊണ്ട് നേരായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുകയും ചെയ്യുക. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേരായി തീരുന്നതാണ്. യുസ്ലിഹ് ലക്കും അഅമാലക്കും,
പരലോകത്തെക്കുറിച്ച് മാത്രമല്ല, ഭൗതികപരമായി ദുനിയവിയായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും അത് യഥാർത്ഥ രൂപത്തിൽ അത് വിജയിക്കണമെങ്കിൽ അല്ലാഹുവിനോടുള്ള തഖ്വ അനിവാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനവധി ഇടങ്ങളിൽ തഖ്വയെക്കുറിച്ച് ആവർത്തിച്ച് സത്യവിശ്വാസികളോട് ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അനവധി വചനങ്ങളാണ് ഈ ഒരു അഭിസംബോധനത്തോടുകൂടി ആരംഭിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എപ്പോഴും വിശുദ്ധ ഖുർആനിൽ നിന്ന് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഫഅൻസിതു, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി അതിന് ശ്രദ്ധിച്ച് കേൾക്കണം. ഫഇമ്മാ ഖൈറുൻ തുഅ്മറു ബിഹി വഇമ്മാ ശർറുൻ തുൻഹാ അൻ. ഒരുപക്ഷെ അല്ലാഹു നിങ്ങളോടൊരു നന്മ കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തിന്മയെ തൊട്ട് വിരോധിക്കുകയാണ് എന്ന് പഠിപ്പിച്ചു. അവിടെയാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുകയും ആരും കണ്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും പടച്ച റബ്ബെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. മരണപ്പെട്ടു പോയാൽ മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും സ്വയം ആലോചിച്ചു നോക്കട്ടെ, ഓരോരുത്തരും സ്വയം ചിന്തിക്കട്ടെ. വത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹു സൂചിപ്പിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രായമായാലും മനുഷ്യർ ചിന്തിക്കും, ഞാൻ ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്. കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഓരോരുത്തരും ഓരോ പ്രഭാതമാകുമ്പോഴും ഇനിയും അവന് ഒരുപാട് പ്രഭാതങ്ങൾ കാത്തിരിക്കുന്നു എന്ന് കരുതിയാണ് അവൻ ജീവിക്കുന്നത്. എന്നാൽ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവന്റെ അരികിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് പലരും തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് മരണം വരിക. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. الله നസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി, അഥവാ ജീവിതത്തിൽ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ വർജിച്ച് ശരിയാണ് എന്ന് മനസ്സിലാക്കിയ, അല്ലാഹുവും റസൂലും കൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിച്ച്, വിലക്കിയ കാര്യങ്ങളാണ് എന്ന് ബോധ്യമുള്ള, ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രമാണത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി അതിനെ വർജിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകുകയുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ദുനിയാവിൽ നിന്ന് ഏത് സമയവും വിട പറഞ്ഞു പോകാം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? ഒരാള്
ജീവന്റെ ഒരു അംശമെങ്കിലും അയാളുടെ ബാക്കിയുണ്ടെങ്കിൽ പോലും എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് നമ്മളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താ വെച്ചാൽ എപ്പോഴും പ്രതീക്ഷയാണ്. ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യൻ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നത്, ആ മരണം അവന്റെ പിന്നിലൂടെ അവനെ ഓടിച്ചിട്ട് പിടിക്കുകയല്ല ചെയ്യുക. ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ ഫഇന്നഹു മുലാഖീകും, മരണം മുന്നിൽ വെച്ച് അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂൻ, എന്നിട്ട് നിങ്ങൾ മടക്കപ്പെടും ഇലാ ആലിമിൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്ന പടച്ച റബ്ബിങ്കിലേക്ക് ഓരോരുത്തരും മടക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ വെച്ച് ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, ഓരോ മനുഷ്യരും ചെയ്തിരുന്ന പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യനും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ദീനിയായി കുറച്ച് ബോധമുള്ള കുറച്ച് ആളുകൾ അവർ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാത്തവരിങ്ങനെ സാധാരണ രൂപത്തിലൊക്കെ ജീവിച്ച് അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റാണ്, ഇത് പാടില്ലാത്തതാണെന്നൊക്കെ അറിഞ്ഞാലും ഒക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് കരുതുന്നത് അത് അബദ്ധമാണ്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم وأطعم جائعهم واشف مرضاهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. وأقم الصلاة.